കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. 71ാമത് ചണ്ണപ്പെട്ട മാർത്തോമ കൺവെൻഷന് തുടക്കമായി. ചണ്ണപ്പെട്ട മാർത്തോമ സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ ഫാദർ സുനിത് മാത്യുവിന്റെ അധ്യക്ഷതയിൽ കത്തോലിക്ക സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കുഞ്ഞ് ക്രൂശിക്കപ്പെട്ടവന്റെ മുമ്പിൽ നിന്ന് മുകളിലോട്ട് നോക്കി ചോദിക്കുമ്പോ കർത്താവ് വിരിക്കപ്പെട്ട കരങ്ങൾ നോക്കി ദിസ് മച്ച്, ഇനി വിരിക്കാൻ കൈയാവില്ല. അവന്റെ കരങ്ങൾ വലിച്ച് നീട്ടി കർത്താവ് പറഞ്ഞില്ലേ, എല്ലാം പൂർത്തിയായിരിക്കും, ഒരിഞ്ച് പോലും അങ്ങോട്ട് നീങ്ങാനില്ല. അത്രമാത്രം ലോകത്തെ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം. ഇതാണ് നമ്മുടെ ദൈവം. നാം ആരാണെന്ന് വേദപുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ വിവരിച്ചിട്ടുണ്ട്. ദൈവം ആത്മകഥം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണാം, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. Let us create human beings in our own image and likeness. ബോസ് പറഞ്ഞു, ചണ്ണപ്പേട്ട നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, തിരുമേനി മലയാളം മാത്രം പറഞ്ഞ തിരുമേനിക്ക് വിവരക്കുറവുണ്ടെന്ന ഒരു തെറ്റിദ്ധരിപ്പോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷോടെ പറയണം. ദേശത്ത് വട്ടക്കാരനായതുകൊണ്ട് അനുഭവിച്ചത്. അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകരുത് എന്ന് മാത്രമല്ല, നിത്യജീവൻ പ്രാപിക്കണമെന്ന് സ്വർഗത്തിന്റെ ആഗ്രഹമാണെങ്കിൽ ഇതാ ദൈവം ആത്മകഥം ചെയ്ത് പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടളപ്പടികളിൽ അടയാളമായി അവിടെ വരച്ചു എന്ന് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൽ ദൈവം തന്റെ ഛായ നൽകി, സാദൃശ്യം നൽകി മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അത് അവനിൽ എടുക്കപ്പെടുകയില്ല. മുതൽമുട്ടില്ലാത്തത്, AI-ക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തത്, നിർമ്മിത ബുദ്ധിക്ക് ഒരിക്കലും സാധ്യമല്ലാത്തത് മനുഷ്യന് ദൈവം കൊടുത്തു എന്ന് അവന്റെ ഛായയും അവന്റെ സാദൃശ്യവും. ഫാദർ ബിബിൻ ഫിലിപ്പ്, ഫാദർ ബോവാസ് മാത്യു, ഫാദർ എബി മാത്യു, ഫാദർ ജിജി സാം, ഫാദർ ജോയി ഡി കാനായിൽ, ഫാദർ ജിജി മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. ഡിസംബർ 25 മുതൽ 29 വരെ നടക്കുന്ന കൺവെൻഷനിൽ പ്രമുഖർ പ്രസംഗിക്കും. നാട്ടുവാർത്ത, അഞ്ചൽ.